ഇക്വാലിറ്റി ഇക്വിറ്റി വിഷയം ചർച്ച ചെയ്യുമ്പോൾ സ്ഥിരമായിട്ട് കാണുന്ന ഒരു ഉദാഹരണം ഉണ്ടല്ലോ. അതായത് ഒരു മതില്, ഒരു 4 അടി പൊക്കമുള്ള ഒരു മതില്. അതിന്റെ അപ്പുറത്ത് ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. ഇപ്പുറത്ത് 2 കുട്ടികളുണ്ട്. ഒരു കുട്ടിക്ക് 4 അടി പൊക്കും, ഒരു കുട്ടിക്ക് 3 അടി പൊക്കും. ഈ കുട്ടികൾക്ക് ഈ പ്രോഗ്രാം കാണാൻ നമ്മൾ കൊടുക്കണം. നമ്മുടെ അടുത്തുള്ളത് 1 അടി വലിപ്പമുള്ള കുറച്ച് ബോക്സുകളാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഇക്വാലിറ്റി ആണ് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ 2 പേർക്കും ഓരോ ബോക്സ് വീതം നൽകും. അപ്പോൾ ഇതിന്റെ റിസൾട്ട് എന്തായിരിക്കും? 4 അടി പൊക്കമുള്ള ആൾക്ക് ഉഷാറായിട്ട് ആ പ്രോഗ്രാം കാണാം. അതേസമയം 3 അടി പൊക്കമുള്ള ഈ കുട്ടിക്ക് ഉഷാറായിട്ട് ആ മധുരവും കാണാം. ഇതേ വിഷയത്തിൽ നമ്മൾ ഇക്വിറ്റി ആണ് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ 3 അടി പൊക്കമുള്ള കുട്ടിയുടെ കുറവുകൾ പരിഗണിച്ച് ആ കുട്ടിക്ക് 2 ബോക്സും ഇയാൾക്ക് 1 അടി ബോക്സും വലിപ്പമുള്ള ബോക്സും നൽകുകയാണെങ്കിൽ 2 പേർക്കും ആ പ്രോഗ്രാം കാണാൻ സാധിക്കും. ഇതേ വിഷയം നമ്മൾ ജെൻഡറിൽ അപ്ലൈ ചെയ്യുമ്പോഴും ഉണ്ടാവും. അതായത് ചില സമയത്ത് പെണ്ണിന് ആണിനേക്കാളോ ആണിന് പെണ്ണിനേക്കാളോ പരിഗണന നൽകപ്പെടേണ്ട സാഹചര്യം വരും. അതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ജെൻഡർ ഇക്വിറ്റി.